എന്നാ ഞാൻ നാളെ വിളിക്കാം. വെക്കട്ടെ. അർച്ചന എന്താ ആലോചിച്ച് നിൽക്കുന്നേ? കല്യാണാലോചനയ്ക്ക് ഏതുവരെയായി? വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞോ? ഞാൻ കുഞ്ഞമ്മയോട് സംസാരിച്ചു. അവർക്ക് താല്പര്യമുണ്ട്. അപ്പോ ഇനി ആ പയ്യന്റെ മനസ്സുകൂടി ഒന്നറിയണം. അവന് വേറെ വല്ല പെൺകുട്ടികളോടും വല്ല അടുപ്പമുണ്ടോന്ന് അറിയണമല്ലോ. ഞാൻ ഈ വിഷയം അവനുമായിട്ട് സംസാരിച്ചു. അവൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇനി അവര് തമ്മിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാം. അപ്പോ കാര്യങ്ങൾ അത്രത്തോളം എത്തിയോ? ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണ്ടേ? വിഷ്ണുവിന്റെ കാര്യത്തില് മാഡത്തിനൊരു ടെൻഷൻ ഉള്ളതായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു താല്പര്യക്കുറവ് പോലെ. അർച്ചന, അത് പിന്നെ നമ്മളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാ. ഇവിടെയുള്ളവരെ പറ്റി ഒന്നും തന്നെ അറിയില്ല. അർച്ചനയുടെ റിസ്കിൽ ഒരു കല്യാണം നടത്തുമ്പോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നാളെ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇപ്പൊ നല്ലത് പറയുന്ന ആൾക്കാരെല്ലാം അർച്ചനയ്ക്ക് നേരെ തിരിയും. മാഡം പറയുന്നത് സത്യമാ. എന്റെ ഉറപ്പിലും വിശ്വാസത്തിലും മാത്രമാ ഈ കല്യാണം ആലോചിക്കുന്നത്. എല്ലാം എന്റെ ഇഷ്ടത്തിന് വിട്ടുതന്നിരിക്കുക ചിറ്റപ്പൻ. കല്യാണം കഴിഞ്ഞിട്ട് എന്തേലും ഒരു താളപ്പിഴ വന്നുപോയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അർച്ചനയുടെ നാട്ടിൽ നിന്ന് ആരും അന്വേഷിച്ചു വരാനില്ലാത്ത സ്ഥിതിക്ക് വിഷ്ണുവിനെ കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കണം. അത് കഴിഞ്ഞിട്ട് മതി പെണ്ണുകാണൽ ചടങ്ങൊക്കെ. നമ്മൾ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അവൻ അറിയാനും പാടില്ല. മാഡം പറയുന്നത് നല്ല കാര്യാ. പക്ഷേ നമ്മളെ ഇതിന് സഹായിക്കാൻ ഇവിടെ ആരാ ഉള്ളത്? നമ്മുടെ ബാങ്കിലെ പിയൂൺ വിനോദ് ഈ നാട്ടുകാരനാ. അയാളോട് ചോദിച്ചാ വിഷ്ണുവിന്റെ ഫുൾ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ നേരിട്ട് വിനോദിനോട് ചോദിച്ചാ എല്ലാവരും അറിയും. എന്തെങ്കിലും കാരണവശാൽ കല്യാണം നടക്കാതെ പോയാ പിന്നെ അതൊരു നാണക്കേടായി മാറും. അത് ശരിയാ മാഡം. നമുക്കൊരു കാര്യം ചെയ്യാം. രാജീവനോട് ഈ വിവരം സംസാരിക്കാം. രാജീവൻ സാറിനോടോ? അത് വേണോ മാഡം? അർച്ചന ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. അതെനിക്ക് വിട്ടേക്ക്. ഞാൻ സംസാരിച്ചോളാം, കേട്ടോ? മോനെന്താ എത്ര വൈകിയത്? രാവിലെ പോയിട്ട് ഇപ്പോഴാണോ വരുന്നത്? നേരെ എത്രയെന്ന് വിചാരം? അതൊന്നും ഞാൻ നോക്കിയില്ല. കുറച്ച് വൈകിയാൽ എന്താ കുഴപ്പം? മോൾ ഇത്ര നേരം താഴെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ മോളിലോട്ട് പോയതേ ഉള്ളൂ. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്രയും നേരമായിട്ടും അവളും ഒന്നും കഴിച്ചിട്ടില്ല. അവക്ക് വിശപ്പ് കാണില്ല. അല്ലാതെ എനിക്ക് വേണ്ടി ആരും പട്ടിണി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്ത് പറച്ചില്ല മോനെ? നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയാ ഞാൻ പറഞ്ഞത്. സുധി, നീ മദ്യപിച്ചിട്ടുണ്ടല്ലേ? ആ, ഞാൻ കഴിച്ചു. ഞാൻ ഇനിയും കഴിക്കും. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഭാര്യ ഒരു കൊച്ചും വീട്ടിലുണ്ടെന്ന ബോധം മോനെ ഇല്ലാതെ പോയല്ലോ. എന്താ, ഭാര്യയും മക്കളും ഉള്ളവരൊന്നും മദ്യപിക്കാറില്ലേ? എന്റെ ആറ്റുകാലമ്മേ, എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നത്? ഉണ്ണിത്താന്റെ വിചാരം മോള് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഉണ്ണിത്താൻ ഇതുവല്ലോ അറിയുന്നുണ്ടോ? ഞാനേ ഉണ്ണിത്താന്റെ ചെലവിലൊന്നും അല്ല ജീവിക്കുന്നത്. സുധി, എന്നെ ആരും ഉപദേശിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കണ്ണി കണ്ടത് ഞാൻ പറയും. ആച്ചിമേ, അത് അതെ, എന്റെ അടുത്ത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. ഈശ്വര, നിങ്ങൾ ഇവിടെ വരുത്തിയത് കുഞ്ഞിന്റെ കാര്യം മാത്രം നോക്കാനാ, സുധി, അല്ലാതെ എന്റെ കാര്യം നോക്കാൻ വേണ്ടിട്ടല്ല. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചേക്കണം. മോളെ, അവൻ കഴിച്ചിട്ടാ വന്നത്. ഇത് സ്ഥിരം പരിപാടിയാണോ? സുധി അങ്ങനെ കഴിക്കാറൊന്നുമില്ല ആച്ചിയമ്മേ. ഇന്നെന്തോ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അല്ല, മോൾ എന്നോട് കള്ളം പറയുക. ആച്ചിയമ്മയോട് ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? സുധിക്ക് അങ്ങനെ സ്ഥിരമായി മദ്യപിക്കുന്ന ശീലമൊന്നുമില്ല. രാവിലെ കണ്ട സുധിയല്ല രാത്രി കണ്ടത്. കഴിച്ചു കഴിഞ്ഞാൽ ഈ ആണുങ്ങളുടെ സ്വഭാവം അങ്ങ് മാറും. മോൾ ഇനി ഇതിന് അവസരം കൊടുക്കരുത്. പാർട്ടിയെന്നും ഫംഗ്ഷനെന്നും പറഞ്ഞാ ആദ്യം ഇത് തുടങ്ങുന്നത്.
പിന്നെ അതങ്ങ് ശീലമായിക്കോളും. ഭർത്താവിന്റെ കാര്യത്തില് ഭാര്യയ്ക്കൊരു പിടി വേണം, അല്ലെങ്കിൽ അവൻ കൈവിട്ടു പോകും. സുധിയുടെ കാര്യത്തിൽ മോക്കാ പിടിയുണ്ട്. പിന്നെ ആച്ചിയമ്മയ്ക്ക് എന്താ ഈ വിധി ഉണ്ടായതെന്ന് മോൾ ആലോചിക്കുന്നുണ്ടാവും. മോക്ക് ഭർത്താവിലുള്ള പിടി ആച്ചിയമ്മയ്ക്ക് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് മോക്ക് മനസ്സിലായില്ലേ? ഒരു കുഞ്ഞ് അതില്ലാതെ പോയതാ ആച്ചിയമ്മയ്ക്ക് വിധി വന്നത്. എന്താ സുധി ഇങ്ങനൊക്കെ? നിരഞ്ജനെ ആ സ്ത്രീ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മനസ്സിലെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടാണോ? സുധി എന്താ അങ്ങനെ ഒരു സംശയം പറയുന്നേ? അവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാ. നിരഞ്ജന ഈ വീട്ടിലെ അധികാരങ്ങളെല്ലാം അവർക്ക് കൊടുത്തുന്ന്. എന്താ സുധി ഇങ്ങനൊക്കെ പറയുന്നേ? അവര് നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ വന്നവരല്ലേ? കുഞ്ഞിനെ നോക്കാനാണ് വന്നതെങ്കിൽ ആ ജോലി അങ്ങ് ചെയ്താ പോരെ. എന്റെ വരവ് നോക്കിയിരിക്കില്ല ഇപ്പൊ അവരുടെ ജോലി. പിന്നെ വന്നാലോ ചോദ്യം ചെയ്യലും ഉപദേശവും ഒക്കെ അങ്ങ് തുടങ്ങും. തനിക്കറിയാലോ, എന്നെ ആരും നിയന്ത്രിക്കാൻ വരുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലെന്ന്. അവരെനിക്ക് അന്യയല്ല. എപ്പോഴും മുറി കയറി വാതിൽ അടച്ചിരിക്കാൻ പറയാൻ എനിക്ക് പറ്റൂ? അല്ലെങ്കിൽ തന്നെ ആച്ചിമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? സമയം 11 ആവാൻ പോന്നു. സുധി കയറി വന്നത് ഇങ്ങനൊരവസ്ഥയിലും. മനുഷ്യരല്ലേ, ചിലപ്പോ കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞെന്ന് വരും. പറയും, എനിക്കത് മനസ്സിലായി. നിരഞ്ജന തന്നെ അവരെ അവിടെ പിടിച്ചിരുത്തിയെന്ന്. ഞാൻ അത്രത്തോളം അതപ്പതിച്ചിട്ടില്ല. എന്തായാലും എനിക്കവരെ പറഞ്ഞു വിടാൻ പറ്റില്ല. സുധി അതിനെന്നെ നിർബന്ധിക്കുകയും വേണ്ട. ഞാനും കുഞ്ഞും ഇവിടെ ഉണ്ടെങ്കിൽ ആച്ചിയമ്മ ഇവിടെ ഉണ്ടാവും. രാജീവൻ സാറിനോ വിനോദിനോ എന്തേലും സംശയം തോന്നിയോ മാഡം? രാജീവനോട് കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? പക്ഷെ വിനോദ് അറിഞ്ഞിട്ടില്ല. രാജീവൻ സാർ എന്ത് കരുതുമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ വന്ന് ഒരു പയ്യനെ പരിചയപ്പെട്ട ഉടനെ അനിയത്തിക്ക് വേണ്ടി ആലോചിച്ചു എന്ന് കേട്ടാ എന്നെക്കുറിച്ചുള്ള ധാരണ എന്തായിരിക്കും? ബന്ധങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെയല്ലേ? അർച്ചന അനിയത്തിക്ക് വേണ്ടി ഒരു പയ്യനെ അന്വേഷിക്കുമ്പോഴല്ലേ അവനെ കണ്ടത്. കൊള്ളാവുന്ന ഒരു പയ്യനെ കണ്ട സ്വാഭാവികമായും ആരും ആലോചിച്ചു പോവും. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. എന്നാലും അതൊരു നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയാ. ഞാനൊരു സാമർത്ഥ്യക്കാരിയാണെന്ന് കരുതൂ. രാജീവൻ അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല. അനിയത്തിയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞാ അർച്ചന ഒരു വിവാഹത്തിന് പ്രിപ്പയർഡ് ആകുമെന്നുള്ള സന്തോഷത്തിലാ രാജീവൻ. മാഡം ആ വിഷയം വിട്. രാജീവൻ സാറിന് എത്രയോ നല്ല പെൺകുട്ടികളെ കിട്ടും. അനിയത്തിയുടെ വിവാഹം കഴിയുമെന്ന് കരുതി ഉടനെ ഒരു വിവാഹത്തിനൊന്നും ഞാനില്ല. വിഷ്ണുവിനെ പറ്റി എന്താ വിനോദ് പറഞ്ഞത്? പയ്യന് ചീത്ത കൂട്ടുകെട്ടുകളൊന്നുമില്ല. വളരെ നല്ല അഭിപ്രായം വിനോദ് പറഞ്ഞത്. പക്ഷേ അർച്ചനയുടെ അനിയത്തിയെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത അവനുണ്ടോന്ന് എനിക്കറിയില്ല. ഒരാവറേജ് പയ്യൻ, ഒരു സാധാരണ വീട്ടിൽ ചെന്ന് കയറാനുള്ള യോഗ്യത ഉണ്ടെന്ന് മാത്രം. അങ്ങനൊരു പയ്യനാണ് മാഡം ഞങ്ങൾക്കും വേണ്ടത്. അവൾക്ക് ഡിഗ്രി ഒന്നുമില്ല. എന്നാലും അർച്ചനയ്ക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ, അതുകൂടി നോക്കണ്ടേ? വല്ല മിലിറ്ററിയിലോ പോലീസിലോ ഉള്ള പയ്യന്മാരെ ആലോചിക്കുന്നതാ നല്ലത്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. അർച്ചനയ്ക്ക് മറ്റൊന്നും തോന്നരുത്. മാഡത്തിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. മനസ്സിലൊന്നും വെച്ച് സംസാരിക്കുന്ന ആളല്ല മാഡം. ഞാൻ എന്തായാലും വീട്ടുകാരുമായി ഒന്നുകൂടെ ആലോചിക്കട്ടെ. എങ്കിലും തീരുമാനം അനിയത്തിക്ക് തന്നെ വിട്ടുകൊടുക്കണം. ആ, അതത്രേ ഉള്ളൂ. പിന്നെ ഇന്ന് ഷോപ്പിംഗ് മാളിൽ പോവേണ്ടതാ. നേരത്തെ ഇറങ്ങാം. ആ, ശരി. അമ്മേ, ആ ഞാൻ ഇറങ്ങാം. ആ നീ ഒന്ന് നിന്ന്. എന്താ അമ്മേ? ഇന്നലെ രാത്രി അർച്ചന നിന്റെ അച്ഛനെ വിളിച്ചിരുന്നു.
അവൾ ഇന്നലെ വിഷ്ണുവിനോട് നിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? അവനും താല്പര്യമുണ്ടെന്നാ കേട്ടത്. അച്ചുവേച്ചി ഇത് എന്തിനുള്ള ഒരുക്കത്തിനെന്ന് അറിയില്ല. ഒരു കല്യാണം നടത്തുകയെന്ന് വെച്ചാ നിസാരപ്പെട്ട കാര്യമാണോ? ഒന്നും മനസ്സിൽ കാണാതെ അവൾ ഇതിനൊരുങ്ങില്ല. നമ്മളത് അവളോട് നേരത്തെ സംസാരിച്ച കാര്യമല്ലേ. ഇനിയിപ്പോ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. എന്നാലും അമ്മേ, ചേച്ചി നിൽക്കുമ്പോ അനിയത്തിയുടെ കല്യാണം നടത്തിയ നാട്ടുകാരെന്തു പറയും? അത് പിന്നെ നാട്ടുകാരുടെ വായ അടപ്പിച്ചിട്ട് ആർക്കും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അർച്ചനെക്കുറിച്ച് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. എളുപ്പത്തിലൊന്നും അവളുടെ കല്യാണം നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് അവൾക്കും അറിയാം. ഇപ്പൊ ഇങ്ങനെ ഒരു ആലോചന വന്നത് എന്തുകൊണ്ടും നല്ലതാ. അച്ചുവേച്ചിയുടെ കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞിട്ടുണ്ടാവോ അമ്മേ? ഒരു കല്യാണാലോചന വന്ന ഉടനെ അവൾ ഒരു കൊച്ചിനെ പ്രസവിച്ച കാര്യം അവനോട് പറയാൻ പറ്റുമോ? നല്ലൊരു ജോലിയിൽ അവളിരിക്കുന്ന. എന്തെങ്കിലും കാരണവശാൽ കല്യാണം നടന്നില്ലെങ്കിൽ ആ നാട്ടിൽ മുഴുവൻ അവൾക്ക് പേരുദോഷമാവില്ലേ? അച്ചുവേച്ചി അതൊന്നും അയാളോട് പറയില്ല. കല്യാണം കഴിഞ്ഞ് എന്നായാലും ഈ വിവരം അയാൾ അറിയില്ലേ അമ്മേ? ഈ നാട്ടിൽ തന്നെ ചേച്ചിയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എത്രയോ പേരുണ്ട്. നമ്മൾ ഒളിപ്പിച്ചു വച്ചാലും അവരിതൊക്കെ അറിയും. കല്യാണം കഴിഞ്ഞാലും എനിക്ക് ഈ വിവരം അയാളോട് പറയാൻ പറ്റില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോ അയാൾക്ക് എന്നോടൊരു ഇഷ്ടക്കേട് തോന്നിയാലോ? അവൻ കെട്ടാൻ പോകുന്നത് നിന്നെയാ, അല്ലാതെ അർച്ചനയല്ല. വിഷ്ണുവിനെ പറ്റി അവള് ശരിക്കും അന്വേഷിച്ചു. അവനെ പറ്റി ആർക്കും മോശപ്പെട്ട അഭിപ്രായമില്ല. ജീവിക്കാൻ പഠിച്ച പയ്യനാന്നാ നാട്ടുകാരൊക്കെ അവളോട് പറഞ്ഞത്. അവള് വലിയ ഉത്സാഹത്തില. നീ ആയിട്ട് അവിടെ സന്തോഷം ഇല്ലാതാക്കരുത്. എടി മോളെ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? നീ ഇപ്പൊ പേടിക്കേണ്ടത് അച്ചുവേച്ചിയുടെ ഭൂതം ഭാവി ഓർത്തിട്ടല്ല. പേടിക്കാനുള്ളത് ആ സജി ഓർത്ത. അവനിപ്പോ വന്ന മാറ്റമൊക്കെ വെറുതെ. ഞാനത് വിശ്വസിക്കില്ല. എന്തൊക്കെയായ കാര്യങ്ങള്? വലിയ രീതിയിലൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു അമ്പലത്തിലെ ഒരു താലി കിട്ടും. ആ, സാമ്പത്തികം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയില് അതാ നല്ലത്. വെറുതെ ഇനിയും കൂടുതൽ കടം ഉണ്ടാക്കി വെക്കുന്നത് എന്തിനാ? ആ, അത് നമ്മുടെ അശോകനല്ലേ കത്തിച്ചു വിട്ട് വരുന്നത്? ആ, അവൻ തന്നെ. ഇന്നലെ വണ്ടി നിറങ്ങിക്കണം. ആശാൻ കയറ്. ആ, നീ ആദ്യം വണ്ടി നിറങ്ങ അശോക, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഇറങ്ങ. ഇന്ന് ചെന്ന് കടമുറി നോക്കാന്നല്ലേ പറഞ്ഞത്? അതാ ഞാൻ ബൈക്കോട് നേരെ ഇങ്ങോട്ട് പോകുന്നത്. അത് പിന്നെ ഇപ്പോ നടക്കില്ല അശോക. അതെന്താ ആശാനെ? അർച്ചന എല്ലാം പറഞ്ഞ് സമ്മതിച്ചതല്ലേ? അതൊന്നുമല്ല വിഷയം. രേവതിക്കിപ്പോ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അർച്ചന തന്നെ അത് കൊണ്ടുവന്നത്. അവള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവന്റെ വീട്. അപ്പോ ഇത്ര പെട്ടെന്ന് അർച്ചന അത് ഒപ്പിച്ചോ? അവളുടെ മനസ്സിൽ പിന്നെ വേറെ എന്താ ഉള്ളത്? നല്ലൊരു പയ്യനെ പരിചയപ്പെട്ടപ്പം അനിയത്തിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു. പിന്നെ ആശാനെ പയ്യൻ എന്താ ജോലി? അവന് 2-3 കടകളുണ്ട്, ഈ പഴവും പച്ചക്കറികളായിട്ട്. പിന്നെ 2 ഓട്ടോയുണ്ട്. കേട്ടിട്ട് കൊള്ളാലോ ആശാനെ. നമുക്ക് ചേർന്ന പയ്യൻ തന്നെ. അതല്ലേ അർച്ചന അത്രയ്ക്ക് താല്പര്യം എടുത്തത്. അനിയത്തിമാരുടെ കാര്യത്തില് ഈ രായപ്പനേക്കാൾ ഉൾക്കണ്ട അവൾക്കുണ്ട്. ഇതിനിടയ്ക്ക് കടമുറി എടുത്തിട്ട് എന്ത് ചെയ്യാനാ? കാശിന് കാശ് വേണ്ടേ? അവളെ ഞെക്കിപ്പിഴിയാൻ പറ്റുമോ? എങ്കിലും ആദ്യം കല്യാണം തന്നെ നടക്കട്ടെ. ഒരു പെങ്കൊച്ചിനെ ഇറക്കിവിടാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമില്ലേ? പിന്നെ ഒരു പണിയും ചെയ്യാതെ ഞാൻ വീട്ടിലിരുന്ന് മടുത്തടാ. ഞാൻ വിളിച്ചതാണല്ലോ. ആശാനെ വീട്ടുകാരെ വിടാഞ്ഞിട്ടല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവരുടെയൊക്കെ സമ്മതം വാങ്ങി ഒന്നും നടക്കില്ലടാ. ആരും ഒന്നും അറിയില്ല. നീ പോകുമ്പോ എന്നെ കൂടി വിളിക്കും. നിന്റെ കൂടെ ഞാനും വരാം. ഞാൻ എത്ര നാളായി പറയുന്നതാ, ആശാൻ വന്ന് എന്റെ കൂടെ വെറുതെ ഇരുന്നാ മതി. ഞാൻ വരാടാ. ഇനി നിന്റെ കൂടെ ഞാനും ഉണ്ട്. അപ്പൊ ശരി, ഞാനിപ്പോ ചെന്ന് ആ കടയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒഴിവൊഴിവ് പറയട്ടെ. ശരി. ആശാനെ, ഞാൻ തീരുമാനിച്ചു. ഞാൻ ജോലിക്ക് പോകാൻ പോവാ. അതൊക്കെ വളരെ ആലോചിച്ച് മതിരായപ്പാ.
എന്താ മോനെ ഒരു ആലോചന? അർച്ചനയോട് നീ പിന്നീട് സംസാരിച്ചോ? പിന്നീട് സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇത് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ നാളെ തന്നെ അർച്ചനയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. വീട്ടുകാരുടെ സപ്പോർട്ടില്ലാതെ അവൾ എന്തായാലും വിവാഹത്തിന് തയ്യാറാവില്ല. അവൾക്കൊരു ജീവിതം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്താൻ അവർ തന്നെ മുൻകൈയെടുക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് അർച്ചനയോടുള്ള മനോഭാവം. അമ്മ ഉടനെ അവളുടെ വീട്ടിലേക്ക് പോകണ്ട. അർച്ചന ഇപ്പോൾ അനിയത്തിയുടെ വിവാഹം നടത്താനുള്ള ഓട്ടത്തിലാണ്. പിന്നെ ഇവിടെ വെച്ച് അവളൊരു പയ്യനെ പരിചയപ്പെട്ടു. അതൊന്നും അറിയാതെയാ ഞാൻ അവളോട് വിവാഹാലോചന നടത്തിയത്. അനിയത്തിയുടെ കല്യാണം നടക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. പയ്യനെപ്പറ്റി ഒരു അന്വേഷണമൊക്കെ നടത്തി. അറിഞ്ഞിടത്തോളം നല്ല പയ്യനാ. അനിയത്തിയുടെ കല്യാണത്തിന് മുമ്പ് എന്തായാലും അർച്ചനയുടെ കല്യാണം നടക്കില്ല. ഇപ്പോൾ ഒരു ആലോചനയായിട്ട് ചെന്നാൽ അവരൊഴിയും. പിന്നീട് ഇക്കാര്യം ആലോചിക്കാൻ പറ്റാതെയും വരും. എങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ആദ്യം ആ കല്യാണം നടക്കുന്നത് തന്നെയാ എന്തുകൊണ്ടും നല്ലത്. അവളുടെ ബാധ്യത തീർന്നു കിട്ടുമല്ലോ. അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടും കിട്ടും. അതാ ഞാനും പ്രതീക്ഷിക്കുന്നത്. പിന്നെ എനിക്ക് അവളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് മോനെ. ഒരു ദിവസം ഞാൻ അവളുടെ താമസ സ്ഥലം വരെ ഒന്ന് പോയാലോ? അത് വേണ്ടമ്മേ. അവിടെ അവൾ മാത്രമല്ല ഉള്ളത്, ഡെയ്സി മാഡവും ഉണ്ട്. അമ്മ ചെല്ലുമ്പോൾ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ടാവും. അർച്ചനയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. എവിടെയെങ്കിലും വെച്ച് അർച്ചനയെ അമ്മയ്ക്കൊന്ന് ഞാൻ കാണിച്ചെന്നാ പോരെ? അത് മതി. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. അവൻ വരുമോ നടരാജ? വരുമെന്നാ പറഞ്ഞത്. എന്റെ മുന്നിൽ വരാൻ അവൻ ധൈര്യപ്പെടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വന്നല്ലോ. അവന്റെ വരവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? അവൻ പിന്നോട്ടില്ലെന്നാ. അങ്കിളൻ തന്നെ കാണുമെന്ന് പറഞ്ഞത്. നീ വലിയ തിരക്ക് പിടിച്ച ആളല്ലേ. എന്താ വിളിച്ചത് ബുദ്ധിമുട്ടായോ? എങ്കിൽ ക്ഷമ ചോദിക്കാനാ. സുധിയോട് ചെയ്തതിനേക്കാൾ വലിയ പാതകമാണ് നീ അർച്ചനയോട് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അങ്കിൾ, അവളിന്ന് അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും കാരണക്കാരൻ ഞാൻ തന്നെയാണ്. എന്റെ പ്രവൃത്തി കൊണ്ട് സുധിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അർച്ചനയ്ക്ക് നഷ്ടമായത് അവളുടെ ജീവിതമാണ്. നീ എന്താ അവളെ നേരിട്ട് കണ്ടോ? എന്നാലല്ലേ അവൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റൂ? കണ്ടില്ല, പക്ഷെ കാണാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അർച്ചനയുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അവൾ അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഇനി ആരുടെ ഔദാര്യം അവക്ക് വേണ്ട. അങ്കിളിനതെങ്ങനെ അറിയാം? അർച്ചന എവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാനിത് പറയുന്നത്. നീ എന്താ കരുതിയേ? അവളെ വിട്ടുകളഞ്ഞിട്ട് ഞാൻ കയ്യും കെട്ടിയിരിക്കുമെന്നോ? അവൾ ഒരിക്കലും എനിക്കൊരു തലവേദന ആയിരിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നിട്ടാ ഞാൻ അവളെ വെറുതെ വിട്ടത്. ഏറെ താമസിയാതെ അവളൊരു വിവാഹം കഴിച്ചെന്നും വരും. ഇതൊന്നും അറിയാതെയാ നീയും സുധിയും കൂടി അർച്ചനയെ തേടി അലഞ്ഞ് നടക്കുന്നത്. അതാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കാം. ഇനി നിങ്ങൾക്ക് എന്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ എന്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. അർച്ചനെ നിങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ അവൾ പ്രസവിച്ച സുധിയുടെ കുഞ്ഞെവിടെയാ? സുധിയുടെ കുഞ്ഞിനെ അവൾക്കൊപ്പം വളരാൻ നിങ്ങൾ അനുവദിക്കൂ? അവൾ പ്രസവിച്ചു എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അച്ഛൻ തന്നെയാ. ഞാനോ? അച്ഛൻ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടതാ. അത് ഗീതയുടെ സംശയം ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തല്ലേ. അർച്ചന സുധിയുടെ കുഞ്ഞിനെ പ്രസവിച്ചൊന്ന് വിശ്വസിച്ചിരിക്കല്ലേ അവള്? ഇല്ലാത്ത കാര്യത്തിൽ നീ പിടിച്ചു തൂങ്ങാൻ നോക്കണ്ട. അവളുടെ കുഞ്ഞിനെ അബോർട്ട് ചെയ്തു. നിങ്ങൾ പറയുന്നൊന്നും ഇനി ഞാൻ വിശ്വസിക്കില്ല. അത് നിന്റെ ഇഷ്ടം. സുധിയുടെയും അർച്ചനയുടെയും നന്മയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ അവരെ ജീവിക്കാൻ അനുവദിക്കണം. സുധിയുടെ സ്വസ്ഥത കെടുത്തിയതുകൊണ്ട് നീ എന്താണ് നേടുന്നതെന്ന് സ്വയം ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. എനിക്കൊന്നും സംഭവിക്കില്ല. നഷ്ടങ്ങൾ സുധിക്കും നിരഞ്ജനയ്ക്കും ആ കുഞ്ഞിനുമാണ്.
ഇനിയും നീ ഓരോ കെട്ടുകഥകൾ പറഞ്ഞ് സുധിയെ വഴിതെറ്റിച്ചു വിടാൻ നോക്കരുത്. ഞാൻ തിരിച്ചു വന്നത് അർച്ചനെ കണ്ടെത്താൻ വേണ്ടി മാത്രം. അതിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല. ആരും എന്നെ പിന്തിരിപ്പിക്കാനും വരണ്ട. നിർത്തടാ. ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തിട്ട് ആരും അങ്ങനെ സമാധാനത്തോടെ ജീവിക്കണ്ട. കൊന്നുകളയും ഞാൻ. ഈ വിരട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. ശബരി ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചിരിക്കും. എടാ നന്ദി കെട്ടവനെ. വിട്ടേക്ക് നടരാജ. എങ്കിലും അളിയവൻ അവന് ചെയ്യാൻ കഴിയുന്നൊക്കെ അവൻ ചെയ്യട്ടെ.